ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശുങ്കുവിൻ്റെ ഡെലിവറി കഴിഞ്ഞതോടുകൂടി ഫിറ്റ്നസ് എന്നിൽ നിന്ന് വളരെ ദൂരേക്ക് പോയി. അതിൻ്റെ മെയിൻ കാരണം ഫുഡ് തന്നെയായിരുന്നു. ഒരുപാട് മധുര പലഹാരങ്ങളും പിന്നെ നമ്മുടെ സ്വന്തം ചോറും. ഡെലിവറി നാട്ടിലായിരുന്നു, പിന്നെ വീട്ടുകാരുടെ സ്നേഹം കൂടി ആയപ്പോൾ പറയണ്ടല്ലോ. എന്തായാലും മാറണം, എല്ലാം പഴയപടിക്കാക്കണമെന്ന് കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നു. പിന്നെ തീരുമാനിച്ചു, തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നും ആവില്ല, ആക്ഷൻ എടുക്കണം. ദ ബെസ്റ്റ് ടൈം ടു ടേക്ക് ആക്ഷൻ ഇസ് നൗ എന്നാണല്ലോ. എന്തായാലും കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി ജിമ്മിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു യോഗ മാറ്റും കുറച്ച് റെസിസ്റ്റൻസ് ബാൻഡ്സും വെച്ച് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് സ്ട്രെച്ചിങ്, കുറച്ച് എക്സസൈസ്, പിന്നെ പണ്ടെങ്ങോ പഠിച്ച യോഗയും പൊടി തട്ടിയെടുത്തു. കൺസിസ്റ്റൻസിയാണ് ടാർഗറ്റ്. സത്യത്തിൽ എക്സസൈസ് തുടങ്ങുമ്പോൾ ബോഡി മാത്രമല്ല മാറുന്നത്, മനസ്സിനും ഒരു മാറ്റം തോന്നും. മൂഡ് ബെറ്റർ ആവും, കുറച്ചുകൂടി പോസിറ്റീവായി ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ ഈ എക്സസൈസ് കണ്ടിട്ട് ചിരിക്കുന്നവരും ഉണ്ടാകും, ഇതാണോ എക്സസൈസ് എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. നമ്മുടെ മസിൽസൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാനും മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും അത്യാവശ്യമാണ്. കയ്യിലുള്ള റെസിസ്റ്റൻസ് ബാൻഡൊക്കെ ഉപയോഗിച്ച് ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. സുധേട്ടനാണ് എൻ്റെ പേഴ്സണൽ ട്രെയിനർ. ആശാൻ്റെ കയ്യിൽ ഇത് മാത്രമല്ല, വേറെയും കുറേ നമ്പറുകളുണ്ട്. പിന്നെ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാനും റുട്ടീൻ വിട്ടുപോകാതെ മുന്നോട്ട് പോകാനും ഒക്കെ എളുപ്പമാണ്. ഇത് മാത്രം പോരല്ലോ, ശരീരം മാക്സിമം മൂവ് ചെയ്യിക്കണം. അതിനായിട്ട് ഡെയിലി ഒരു 20 മിനിറ്റ് ശുങ്കുമായിട്ട് ഈവനിങ് വാക്ക് പോയാലോ എന്ന് തീരുമാനിച്ചു. ഇത് ലൈഫിൻ്റെ പാർട്ടാക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ ഇതിൻ്റെ കൂടെ വീട്ടുജോലികളും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഔട്ട്കം കുറച്ചുകൂടി ഫാസ്റ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർക്കൗട്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റും. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് പാറ്റേൺ വേണം. അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡ് പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കാൻ തുടങ്ങി. ഇനഫ് പ്രോട്ടീൻ ഇൻടേക്കും ന്യൂട്രിയൻസും അതിലുണ്ടെന്ന് ഇതുവഴി ഉറപ്പാക്കാൻ പറ്റും. ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളതുകൊണ്ട് അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇതിൻ്റെയൊക്കെ പുറമെ ഡെയിലി മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലും മേടിച്ചു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് മീൽ ഓഫ് ദ ഡേ 8 മണിക്ക് മുന്നേ ആക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 7 ഡേയ്സ് ചലഞ്ചല്ല, 30 ഡേയ്സ് ചലഞ്ചുമല്ല. ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്തവണ ഞാൻ ഹാഫ് നിർത്തില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഈ ജേർണിയിൽ കൂടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഈ ഒരു ജേർണിയിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൺസിസ്റ്റൻസിക്കും പ്രോഗ്രസ് ട്രാക്കിങ്ങിനുമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ മുഴുവനും കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും പിന്നെ ഈ വീഡിയോ ചെയ്യാൻ സഹായിച്ച സർവേശ്വരനും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ.